നമോ നമ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുകൊണ്ടുവന്നത് നമ്മളുടെ ഭാഷകൾ, മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഭാഷകൾ, അതെന്തിനാണ്? പ്രത്യേകം സമുദായങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷികൾക്ക് ഭാഷയുണ്ട്, മനുഷ്യർക്ക് ഭാഷയുണ്ട്, മറ്റു ജീവജാലങ്ങൾക്കൊക്കെ ഭാഷയുണ്ട്. പക്ഷേ അവരുടെ ഭാഷകളൊന്നും മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. മനുഷ്യരുടെ ഭാഷകൾ തന്നെ വിഭിന്നങ്ങളായിട്ടുള്ളതുണ്ട്. ആ വിഭിന്നങ്ങളായുള്ള ഭാഷകൾ എന്താണ് വിഭിന്നങ്ങളാകാൻ കാര്യം? പ്രത്യേകം സമുദായങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഭാഷയാണ്. കേരളത്തിന്റെ സാമൂഹ്യം ആയിട്ടുള്ള ഒരു ഭാഷ, സമുദായത്തിനുള്ള ഭാഷ, തമിഴ്നാടിനുള്ള ഭാഷ, കന്നഡ, ഇങ്ങനെയുള്ള അടുത്തടുത്തടുത്ത് വരുന്ന സമുദായങ്ങൾ തമ്മിൽ കുറേയൊക്കെ കേട്ടാൽ ഒരു പരിചിത ഭാവം വരും എന്നുള്ളതല്ലാതെ പൂർണ്ണമായിട്ട് മനസ്സിലാകുകയില്ല. അപ്പോൾ സമുദായങ്ങൾക്കിടയിൽ ഉള്ള ഒരു കോംപ്രമൈസായിട്ടാണ് ഈ ഭാഷകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രത്തിൽ തന്നെ പല പ്രദേശങ്ങളിലുള്ള സമുദായങ്ങൾക്കായിട്ടുള്ള പല ഭാഷകൾ ഉണ്ടായിരിക്കും. അപ്പോൾ മനുഷ്യ നിർമ്മിതമായിട്ടുള്ള ഭാഷകൾ, മനുഷ്യർക്ക് വ്യവഹാരത്തിനായിട്ടുള്ള ഭാഷകൾ തന്നെ വിവിധങ്ങളാണ്. അതുതന്നെ പരസ്പരം മനസ്സിലാകാത്ത വിധത്തിൽ വൈവിധ്യം നിറഞ്ഞതുമാണ്. അപ്പോൾ വിവിധങ്ങളായിട്ടുള്ള ജന്തുക്കളുടെ ഭാഷകൾ മനസ്സിലാക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. മനുഷ്യരുടെ തന്നെ എല്ലാ ഭാഷകളും മനസ്സിലാക്കാൻ മനുഷ്യർക്ക് പറ്റുകയില്ല. അപ്പോൾ ആ നിലയ്ക്ക് മനുഷ്യേതരമായിട്ടുള്ള ജീവജാലങ്ങളുടെ ഭാഷകൾ മനസ്സിലാക്കാൻ എത്രമാത്രം പ്രയാസമുണ്ട് എന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഭാഷ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണ്. എങ്ങനെയുള്ള സമാന സമുദായങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടത്താൻ. ഇപ്പം കേരളീയര്, തമിഴര്, ഹിന്ദിക്കാര് എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് സമാന ഭാഷകൾ ഉപയോഗിക്കണം. അതായത് രണ്ടു കൂട്ടർക്കും അറിയാവുന്നത്. ഇപ്പൊ ഒരു കന്നഡക്കാരനോട് സംസാരിക്കാൻ കേരളീയന് ആ രണ്ടു കൂട്ടരും അറിയുന്ന ഇംഗ്ലീഷോ ഹിന്ദിയോ സംസാരിക്കേണ്ടി വരും. അപ്പോൾ ഭാഷകൾ, വിവിധങ്ങളായിട്ടുള്ള ഭാഷകൾ നമ്മളെല്ലാവരും പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. എത്ര ഭാഷ നമ്മൾക്ക് പഠിക്കാൻ പറ്റുന്നോ അത്രയും ഭാഷ നമ്മൾ പഠിക്കുന്നത് ഉത്തമമായിരിക്കും. എന്താണ്? അതിൻ്റെ ഭാഷകൾ ആവശ്യത്തിനനുസരിച്ച് ഉരുത്തിരിയുന്നതാണ്. എന്തൊക്കെയാണ് അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരുന്നത്, അതിനനുസരിച്ച് ആണ് ശബ്ദങ്ങൾ നമ്മൾ ഉണ്ടായി വരുന്നത്. ഉദാഹരണം, നമ്മുടെ സംസ്കാരം, ഒരു സമുദായത്തിന്റെ സംസ്കാരം അനുസരിച്ചിട്ടാണ് ഭാഷകൾ ഉണ്ടാകുന്നത്. കുറച്ചുകൂടി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ, നമ്മളുടെ ഭാരതീയർ ഉപയോഗിക്കുന്ന ആ ശബ്ദങ്ങൾക്ക് തത്തുല്യമായുള്ള ശബ്ദം വേറൊരു രാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ അത് ഉണ്ടാകണമെന്നില്ല. ഉദാഹരണത്തിന്, നമുക്ക് ഇവിടെ ഭക്തിയെ പ്രകടിപ്പിക്കുന്ന രീതിയെയാണ് നമ്മൾ ആചാരങ്ങൾ എന്ന് വിവക്ഷിക്കുന്നത്. അപ്പോൾ ആചാരങ്ങൾ പല ഭക്തിക്കനുസരിച്ച്, പല രീതിയിലുള്ള ഭക്തിക്കനുസരിച്ച്, പല തലങ്ങളിലുള്ള ഭക്തിക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഭക്തി എന്ന് പറയുന്നത് നേരത്തെ ഞാൻ വിശദമായിട്ട് കുറേ നാൾ മുമ്പ് അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. ഭക്തികൾ പ്രധാനമായും 3 വിധത്തിലാണ് ഭക്തികളുള്ളത്. മാതൃഭക്തി, ഗുരുഭക്തി,
ദൈവഭക്തി, ഇതിലെല്ലാത്തിലും ആചാരങ്ങൾ വരും. എന്താണ് ഭക്തി എന്ന് പറയുന്നത്? നമ്മൾ വിചാരിക്കുന്നു ഇതുകൊണ്ട് അടിമപ്പണി ചെയ്യൽ, അങ്ങനെയൊന്നുമല്ല. ഭക്തി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം, ചോദ്യം ചെയ്യാതെ സ്വീകരിക്കുന്ന ഒരു അവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത്. ചോദ്യം ചെയ്യുന്നില്ല നമ്മൾ, അതാ ഇന്നതാണോ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാണ്. ചോദ്യം ചെയ്യാതെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയെല്ലാം ഭക്തി എന്നാണ് പറയുന്നത്. ഉദാഹരണത്തിന് മാതൃഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അമ്മ നമ്മളോട് പറയുന്നു നിന്റെ അച്ഛൻ ദേഹമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചോദ്യം ചെയ്യാറില്ല. ഇതാണോ ഇല്ലയോ, അതെന്റെ പ്രൂഫ് കൊണ്ടുവരൂ എന്നൊന്നും പറയാറില്ല. DNA ടെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ അച്ഛനെ ഞാൻ തീരുമാനിക്കുകയുള്ളൂ, അങ്ങനെയല്ല. അത് നമ്മളുടെ ഒരു വൈകാരിക തലത്തിലുള്ള സ്വീകരണമാണ്. ഒരു കുട്ടി ജനിച്ചു വരുമ്പോൾ അതിന് വൈകാരികമായിട്ട് ഏറ്റവും അടുപ്പം ഉണ്ടാകുന്നത് അമ്മയോടാണ്. ഏത് ആപൽഘട്ടത്തിലും ഓടിച്ചെല്ലുന്നത് അമ്മയുടെ അടുക്കലേക്കാണ് കുഞ്ഞ്. അപ്പൊ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ആ ഒരു ബന്ധം അത്രയധികം ശക്തമായിരിക്കും. കുഞ്ഞു വളരും തോറും ഈ ഡിപ്പെൻഡൻസി കുറഞ്ഞു 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 വരും. എന്നാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ ബലം അത് അവിടെ നിലനിൽക്കുകയും ചെയ്യും. അതുകൊണ്ട് ശക്തമായിട്ടുള്ള ഒരു ബന്ധമാണ് മാതൃപുത്ര ബന്ധം. ആ ബന്ധത്തിനെ വൈകാരിക ബന്ധം എന്ന് പറയും. ആ വൈകാരിക ബന്ധത്തില് എന്തൊക്കെ പെടും? ഈ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധത്തിന് മാത്രമല്ല നമ്മൾ അവിടെ എടുക്കുന്നത്. അതൊരു സിമ്പലായിട്ട് വെച്ചുകൊണ്ട് മാതൃഭക്തി എന്ന് പറയുന്നത് സ്വന്തം 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 എന്നുള്ള വികാരം ഉണ്ടാകുന്ന എന്തിനേയും എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്വന്തം എന്ന് തോന്നുന്നത് അമ്മയ്ക്ക് കുഞ്ഞിനോടും കുഞ്ഞിന് അമ്മയോടുമാണ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യുന്ന ബന്ധങ്ങളെയാണ് പിന്നെ നമ്മൾ സ്വന്തം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആദ്യം മാതാവുമായിട്ടുള്ള ബന്ധം ബേസിക് ബന്ധമാണ്. അത് കഴിഞ്ഞിട്ട് അമ്മ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇത് അച്ഛൻ, ഇത് അച്ഛന്റെ ബന്ധുക്കള്, ഇത് അമ്മയുടെ ബന്ധുക്കള്, മനസ്സിലാണ്ടോ? പിന്നെ നമ്മളുടെ സഹോദരങ്ങള്, ഇങ്ങനെയൊക്കെ നമ്മൾ സമയാസമയങ്ങളിൽ ഈ ബന്ധുത്വത്തിന്റെ വൈപുല്യം സാധിച്ചുകൊണ്ട് വരികയാണ്, വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് എത്രമാത്രം വിശാലമാക്കണം എന്നാണ് നമ്മളുടെ കൺസെപ്റ്റ്. ഇതാണ് ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആ ലെവലിലേക്ക് എത്തണം എന്നാണ് ഭാരതീയ സങ്കല്പം. എന്നാൽ മറ്റുള്ളവരുടെ എല്ലാ സംസ്കാരങ്ങളുടെയും ഒരു പഠനം എങ്ങനെയാണ്? ഒന്നെങ്കിൽ നമ്മളുടെ മതം, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രം, അല്ലേ? മതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളുടെ ഈ ഇപ്പോൾ പറഞ്ഞു വന്ന മതങ്ങളാകാം, അല്ലെങ്കിൽ കമ്മ്യൂണിസം പോലുള്ള മതം. രണ്ടും ഒന്നാണ്, അതും അതാണ് മാർക്സിയൻ മതം എന്ന് പറഞ്ഞാൽ. മതം എന്ന് പറഞ്ഞാൽ അഭിപ്രായമാണ്. ഒരു ഗുരുവിന്റെ അഭിപ്രായത്തിൽ കെട്ടിപ്പടുത്തിട്ടുള്ള മതങ്ങൾ നമ്മൾ റിലീജിയൻ എന്ന് പറഞ്ഞു വരുന്നുണ്ട്, എബ്രഹാമിക് റിലീജിയൻ എന്ന് പറയുന്നത്. എന്നാൽ ഇത് മാർക്സിയൻ റിലീജിയനാണ്, ഇവര് പാർട്ടി എന്ന് പറഞ്ഞു നടക്കുന്നത്. അപ്പോൾ ആരെങ്കിലും നിർമ്മിച്ചിട്ടുള്ള ആരുടെയെങ്കിലും പ്രത്യേക ആശയങ്ങളെ സ്വീകരിച്ചുകൊണ്ട് കെട്ടിപ്പടുത്തിട്ടുള്ളതിനെയൊക്കെയാണ് മതങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഒരു മതത്തിന്റെ ഒരു സൃഷ്ടാവുണ്ടായിരിക്കും, അതിനെ രൂപപ്പെടുത്തിയെടുക്കാൻ സഹായിച്ചിട്ടുള്ള. പിന്നെന്താണ്, അതിന് പ്രത്യേക പ്രത്യേക വിധത്തിലുള്ള സിംബോളിക് റെപ്രസെന്റേഷൻ, കൊടിയടയാളങ്ങളൊക്കെ കാണും. മനസ്സിലാണ്ട? ധ്വജങ്ങൾ അമ്പലങ്ങളിലുമുണ്ട്,
പള്ളികൾക്ക് അവരുടേതായിട്ടുള്ള കുരിശ്, ഒരു സിമ്പല്, മനസ്സിലാണ്ടോ? ഇവിടെ ബിംബങ്ങൾ, കുരിശുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള എല്ലാം, അതിന് കളറുകൾ, ഇങ്ങനെ എല്ലാം ഉണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മാർച്ചിയൻ മതത്തിന് ഉള്ളത്. എന്താണ്? അതിന് നിറമുണ്ട്, അതിന് കൊടിയടയാളമുണ്ട്, അരിവാൾ ചുറ്റിക നക്ഷത്രം എന്നുള്ള ആ നമ്മുടെ ഓം എന്ന് പറയുന്നത് പോലെ അവിടെയും അടയാളമുണ്ട്. അവർക്ക് സ്ലോഗൻസ് ഉണ്ട്, ഇല്ലേ? ഇൻഖിലാബ് സിന്ദാബാദ് എന്നൊക്കെ അത് അവരുടെ മന്ത്രങ്ങളാണ്. ഇതല്ലാണ്ട് അങ്ങനെ എല്ലാം ഒരേപോലെ തന്നെ മതങ്ങൾ എന്തൊക്കെയാണോ അനുവർത്തിക്കേണ്ട അടിസ്ഥാന പ്രമാണങ്ങൾ അതെല്ലാം ഈ കമ്മ്യൂണിസത്തിൽ നമുക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അത് പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും വാസ്തവത്തിൽ അതൊരു മതമാണ്. മതത്തിന്റെ കെട്ടുപാടിൽ നിന്ന് അതിനൊരു മോചനം ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് മതം വളരുന്നതും തളരുന്നതും പോലെ ഇതിന് എല്ലായിടത്തും പെട്ടെന്ന് വളർന്നു വരും. എന്നുവെച്ചാൽ എന്താണ് പെട്ടെന്ന് വളരാൻ കാര്യം? ഈ കമ്മ്യൂണിസവും ഈ ഇസ്ലാമിക് മതവുമാണ് ഏറ്റവും ശക്തമായിട്ട് പെട്ടെന്ന് വളർന്നു വന്നിട്ടുള്ളത്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് വെച്ച എന്നും പറഞ്ഞ് ഒരു ചെടി തന്നെ അത് എത്ര പെട്ടെന്നാണ് വളർന്നു വരുന്നത് കാണുന്നത്, അല്ലേ? അത് എന്താണ്? ഇതിന്റെ സ്പീഡ് കൊണ്ടാണ്, ഇതിന്റെ വളർച്ചയുടെ സ്പീഡ് കൊണ്ടാണ് നമ്മൾ അങ്ങനെ പേരിട്ടത്. എന്താണ് ഈ കമ്മ്യൂണിസ്റ്റുകാരും ഈ ഇസ്ലാമിക് റിലീജിയൻ ഉള്ളവർ, രണ്ടും മതം, എന്താണ് ഇതിന്റെ പ്രത്യേകത? അത് വൈകാരികതയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അമ്മ കുഞ്ഞിനോട് എത്രമാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു അത്രയും കുഞ്ഞിന്റെ ആ ബൗദ്ധികവും സാമൂഹ്യവുമായിട്ടുള്ള വളർച്ചയ്ക്ക് തടസ്സമുണ്ടാകും. അപ്പോൾ കുഞ്ഞ് വളരും തോറും കുഞ്ഞിന് അമ്മയോടും അമ്മയ്ക്ക് കുഞ്ഞിനോടുമുള്ള അറ്റാച്ച്മെന്റ് സ്വാഭാവികമായിട്ട് തന്നെ കുറയണം. എന്നാലേ സ്വതന്ത്രമായിട്ട് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ആ കുഞ്ഞിന് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളുടെ പക്ഷി മൃഗാദികളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? അത് പ്രകൃതിയുടെ നിയമം എന്താണ്? തെറ്റാവരം പോപ്പിനല്ല ഉള്ളത്, പ്രകൃതിക്കാണ് തെറ്റാവരമുള്ളത്. പ്രകൃതി എങ്ങനെയാണ്? താന് ആകത്തൻ മക്കളെ ഇഹ കുയിൽപ്പെണ്ണ് താനേ പറക്കാറാകുന്നോളം മറുപറവയെക്കൊണ്ട് പോറ്റുന്നുവല്ലോ എന്ന് പറയുന്നത് അമ്മയുടെ ഒരു സ്വാർത്ഥത കാണിക്കാനും അതിന്റെ കണ്ണിങ് ആയിട്ടുള്ള സ്വഭാവം കാണിക്കാനും ആണ് ആ വരിയെങ്കിലും നമുക്കതിനകത്തുനിന്ന് എന്ത് ചെയ്യണം? താനേ പറക്കാറാകുന്നോളം ഈ പറവകളും ജന്തുക്കളും എല്ലാം എന്ത് ചെയ്യും? അതിനെ സംരക്ഷിക്കാൻ സ്വന്തമായോ അല്ലെങ്കിൽ കുയിൽ ചെയ്യുന്നത് പോലെ ഒരു ചെറിയ ചതിപ്പണിയിലൂടെയാണെങ്കിലും ചെയ്തുകൊണ്ടിരിക്കും. ഏതിനെ? കുഞ്ഞിന് താനേ പറക്കാറാകുന്നോളം, സ്വന്തം കാലിൽ നിൽക്കാറാകുന്നോളം എന്നൊക്കെ പറയുന്ന സ്വഭാവം അവിടെയാണ്. അങ്ങനെ പ്രകൃതി നിയമം അതാണ്. ഒരമ്മ തന്റെ കുഞ്ഞുങ്ങളെ സ്വയം പ്രവർത്തിക്കാറാകുന്നത് വരെ സംരക്ഷിക്കണം. അത് കഴിഞ്ഞാലോ അവര് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ അനുവദിക്കണം എന്നാണ് നിയമം. ആരുടെ നിയമം? പ്രകൃതി നിയമം. പ്രകൃതി നിയമത്തെയാണ് നമ്മൾ എന്തു പറയുന്നത്? ശാസ്ത്രം എന്ന് പറയുന്നത്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ശാസിക്കപ്പെടേണ്ടതാണ്. ഇതിന്റെയൊക്കെ വിശദീകരണം നമുക്ക് അടുത്ത ക്ലാസ്സിലാകാം എന്ന് വിചാരിക്കുന്നു. ഇന്ന് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓം നമഃ ശിവായ, നമഃ ശിവായ.